ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ ഫോണിലൊക്കെ ആയാലും നമ്മൾ കീപാഡ് ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കുമായിരുന്നു. ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു ഗെയിമാണ്. നമ്മളൊരു ടവർ ബിൽഡ് ചെയ്യുന്ന ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഓരോരോ സ്ക്വയർ ബോക്സസ് ആണെന്നുണ്ടെങ്കിൽ ഒരു താഴോട്ടായിട്ട് വരും, ഒരു റോപ്പിൽ നിന്ന് താഴോട്ടായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടവർ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പൊ നമ്മൾ ടവർ ബിൽഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിലൊന്ന് താമസിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പോയിന്റ് കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് ഗെയിം ഉണ്ടായിരുന്നു പണ്ടാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണിലേക്കൊക്കെ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം അങ്ങനെ അധികം അങ്ങനെ കാണാനില്ല. അപ്പം നമ്മൾ അതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു ഗെയിം കളിച്ചിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് കിട്ടും എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെയർ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല പല ഗെയിംസ് കാര്യങ്ങളൊക്കെ എന്നിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇതിനകത്ത് ഇവിടെ നമുക്ക് രണ്ട് ഗെയിം ഉണ്ട്. ടവർസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, പിന്നെ അതുണ്ടെങ്കിൽ ഒരു ടവറിന്റെ രണ്ട് ടോട്ടൽ ഗെയിംസ് വന്നിട്ടുണ്ടായാലും. അപ്പം ഈ രണ്ട് ഗെയിമും സെയിം രീതി തന്നെയാണ് വർക്ക് ആവുന്നതാല്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളാണെന്നുണ്ടെങ്കിലുള്ള ആ ഒരു UI കാര്യങ്ങളൊക്കെയാണ്, ഇന്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ടവർ ഗെയിമിനകത്ത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് നമുക്ക് 5, 10, 50, 100 അങ്ങനെ എമൗണ്ട് വെക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മൾ അതിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടവർ അല്ല ആ ഒരു ഓരോ ബ്ലോക്ക് ആയാലും കറക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ വെക്കുന്നു അപ്പൊ അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഇപ്പം 2x 3x 4x അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു 50 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് 2x വന്നു കഴിഞ്ഞാൽ അത് 100 മാറും. ഇപ്പൊ 100 കഴിഞ്ഞിട്ട് അത് പിന്നെ ഒരു 2x വന്നു കഴിഞ്ഞാൽ അത് 200 മാറും. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ആയാലും കൂടി വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ഗെയിം ആയാലും ഇപ്പം ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഒറ്റ കാര്യമാണ് മെയിൻലി നോക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ ഒരു 3-4 ലെവലിൽ മാത്രമേ പോകാവൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റിസ്ക് ആണ് നമുക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാല്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഒരു എമൗണ്ട് വെച്ചിട്ട് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കഴിഞ്ഞ് 4ാമത്തെ ലെവലൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ക്യാഷ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് തിരിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ എമൗണ്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ഗെയിം അക്കൗണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ കുറെ ഗെയിംസ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരുന്ന കളർ പ്രഡിക്ഷൻ, അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ റോഡ്, അങ്ങനെ കുറെ ഗെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ വേറെയും വരുന്നുണ്ടായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ഗെയിം നമ്മൾ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു ടവർ ഗെയിമാണ്. അപ്പൊ ഈ ടവർ ഗെയിം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു നെസ്റ്റാൾജിക് ഫീൽ, നമ്മൾ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ്. അപ്പം ആ ഒരു ഗെയിം തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ടൈം പാസ് നമ്മൾ കളിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ചെറിയൊരു സൈഡിലായിട്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതായത് ഒരു ടവർ ഗെയിം കൂടെ ഉണ്ടെന്ന്. അപ്പൊ ആ ടവർ ഗെയിം സെയിം ഒരു രീതി തന്നെയാണ് വർക്ക് ആവുന്നത്. അപ്പൊ അതിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇന്റർഫേസ് കാര്യങ്ങൾ ചേഞ്ച് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എമൗണ്ട് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഡിഫിക്കൽട്ടി ലെവൽ വെക്കുന്ന സമയത്ത് ഈസി വെക്കരുത്. നിങ്ങൾ എപ്പോഴും ഹാർഡ് കോർ ഡിഫിക്കൽട്ടി മാത്രം വെച്ചിട്ട് അതിന്റെ കളിക്കാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടവർ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ലെവൽ വരെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച എമൗണ്ട് അറ്റ്ലീസ്റ്റ് ഡബിളെങ്കിലും ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഹാർഡ് കോർ ഇട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2ാമത്തെ 3ാമത്തെ ലെവൽ വരെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വെച്ച എമൗണ്ട് അതിന് ഡബിൾ ആയിട്ട് നമുക്കിപ്പം ഇപ്പൊ 50 വെച്ച് കഴിഞ്ഞാൽ 100 ആയി കഴിയുമ്പോൾ അവിടെ 50 നമുക്ക് അതിന് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടവർ ഗെയിമിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക്